ഹലോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നൊരു ചേനപ്പൂ ഉണ്ടായെന്ന് പറഞ്ഞു. എന്നാൽ അതൊന്ന് നോക്കാമെന്ന് കരുതി. ഞങ്ങളുടെ തേങ്ങാമുറി ഷെഡാണേ. അപ്പം ഇവിടെ ഒന്ന് രണ്ട് ചേന നടാതെ വെച്ചിരിക്കുകയായിരുന്നു. കുറച്ച് ഇഞ്ചിയൊക്കെ കിടപ്പുണ്ട്. ഈ കൊല്ലത്തെ ഇഞ്ചിയെല്ലാം ഞങ്ങളുടെ കേടായിപ്പോയി. ഇനി വേറെ ഇഞ്ചി മേടിച്ച് ഇനി നടണം മെയ് മാസത്തിൽ. ഇവിടെ വന്നപ്പോഴാണ് ഇത് കണ്ടത്. ഇത് നടാത്ത ഒരു ചേനയാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനൊക്കെ വെച്ചിരുന്നതാണ്. അപ്പോൾ എനിക്ക് ഇതൊരു ചേനപ്പൂവ് തോരൻ വെക്കാമല്ലോ എന്ന് കരുതി എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. നമുക്കപ്പുറത്ത് കൊണ്ടുപോയി ഇതിൻ്റെ ഓരോ പാർട്സ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കിരീടമാണിത്. എല്ലാവരും പറയും ചേനപ്പൂ ചൊറിയത്തില്ലേ, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ. ഇത് ഇപ്പം അവിടെ ഇരുന്നുകൊണ്ട് അതൊരു സ്വല്പം ഇവിടെ ഏതോ ജീവിയൊക്കെ കടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ക്ലീനാക്കി എടുക്കാം. എന്നാ നല്ല ഒരു കുടയായത്. എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ, പ്രകൃതിയിലെ ഓരോ. ഇപ്പം ചേനയ്ക്ക് ഇതുപോലെ പൂ വരുന്നത് ആർക്കും അറിയാമോ? വാ നമുക്ക് ഇതൊന്ന് നോക്കാം, ഇതിനകത്ത് എത്ര പാർട്സുകളുണ്ടെന്ന്. നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അവിടെ ഇരുന്ന് തന്നെ ഷെഡിലാണേലും കഴുകിയെടുക്കാം. ഭയങ്കര കട്ടിയാണ്. ഇത് പറമ്പിലൊക്കെ ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷത്തെ ചേന നമ്മൾ പറിക്കാതിരിക്കുവാണെങ്കിൽ ഈ കൊല്ലം അതിനകത്ത് ഈ സമയത്ത് ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ പാട്. ഇത് ഇത്രയും ഭാഗം ഓരോ ജീവികൾ കഴിച്ചുകൊണ്ട് ഇതിനൊക്കെ കളഞ്ഞേക്കാം. എത്ര ഭംഗിയായിരിക്കുന്നു ആകാശത്തിലോട്ട് നോക്കുമ്പോഴുള്ളതുപോലെ. നല്ല ഇത് വയലറ്റ് കളറാണ്. ഇനി ഇതിൻ്റെ ഈ തങ്ങ വയ്ക്കാം. കണ്ടില്ലേ, ഒരു ഫ്ലവർ വേസാണ്. കുപ്പിക്കകത്ത് വെക്കുകയാണെങ്കിൽ ഇത് നല്ല പൂവിൻ്റെ അകത്തുള്ള പൂമ്പൊടി പോലെയുള്ള ഓരോ സാധനം. അതൊന്ന്. ഇനി ഇത് രണ്ടാമത്തത്. ഇത് നല്ല സോഫ്റ്റാണ്. ഇത് പിരിപിരാന്ന് ഇടുന്നു. അടുത്ത ഇത് മൂന്നാമത്തത്. നമുക്കിതൊന്ന് 3 പീസാക്കാം. ഇതിൻ്റെ അകം കണ്ടോ. ഇത് അടുത്ത പാർട്സ്. എല്ലാവരും ചൊറിയെന്ന് പറയും. ഇതിന് ഒരു ചൊറിച്ചിലുമില്ല. ഇത് നല്ല തോരൻ വെക്കുവാണെങ്കിൽ നല്ല സൂപ്പർ തോരൻ. ഇതടുത്ത. അങ്ങനെ 3 പാർട്സുകളാണ്. കഴിഞ്ഞ വർഷം ഞാൻ ചേനപ്പൂ തോരൻ വെച്ചായിരുന്നു. അത് ഒരു പറമ്പിൽ നിന്ന് പറിച്ചോണ്ട് വന്നുകൊണ്ട് വലിയ ഇതായിരുന്നു. അപ്പോൾ ഇത് ചെറുതാണ്. ഇത് ഞങ്ങൾ മെഴുക്കുപുരട്ടിക്ക് മാറ്റി വെച്ചിരുന്ന ചേനയാണ്. അപ്പോൾ ആദ്യത്തെ ഒന്ന് അരിഞ്ഞു കഴിഞ്ഞു. ഒരു പൂവിൻ്റെ ആദ്യ ഇതൾ അരിഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അടിയിലിരിക്കുന്ന ഇതാണ്. അല്ല, ഇതായിരുന്നു അല്ലേ? ഇതാണ് ഏറ്റവും അടിയിൽ. അത് കഴിഞ്ഞ് അതിൻ്റെ മണ്ടയിലായിരുന്നു ഇങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ മണ്ടയിലിരുന്നതാണിത്. ഇതൊരു സ്വല്പം പോയതുകൊണ്ട് കുറച്ച് മതി. അപ്പോൾ ഇനി നമുക്ക് ഇതരിയാം. വാഴപ്പൂവിൻ്റെ വാഴച്ചുണ്ടിൻ്റെ അകത്തിരിക്കുന്ന ഇതുപോലെ ഇരിക്കുന്നത് ഇളകി വീഴുന്നുണ്ട്.
ഇനി അടുത്ത സെക്ഷൻ എടുത്തത് കിരികിരാന്നിരിക്കും. അടുത്ത സെക്ഷൻ ഏറ്റവും മുകളിലിരിക്കുന്ന ആ വയലറ്റ് കളറിലെ ഈ ഒരെണ്ണം ഞങ്ങൾ ഉപയോഗിക്കാതെ മാറ്റി വെക്കുകയാണ്. ഇത് അരിഞ്ഞാലും ഒരു കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഇവിടെ ഇത്രയും ഭാഗം എന്തോ ജീവി കടിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ പ്രാണികൾ ഏതാണ്ടാ ഇത് കണ്ടോ ഇത്. അതുകൊണ്ട് ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ സ്വല്പ ഭാഗം വേണേൽ എടുക്കാം. അപ്പം ചേനപ്പൂവിൻ്റെ 4 പാർട്സ് ഏറ്റവും വെളിയിലുള്ളത് ഇതാണ്, ആ കുട പോലെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇത്, മൂന്നാമത്തത് ഏറ്റവും മണ്ടയിലുള്ളതാണിത്. ഇതാണ് ജീവി കടിച്ചെന്ന് പറഞ്ഞ് ഞങ്ങളത് ഉപയോഗിക്കുന്നില്ല, മാറ്റി വെച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമുക്കത് തോരൻ വെക്കാൻ പോവുകയാണ്. 3 എണ്ണവും കൂടെ നല്ലപോലെ ഞെരടി കഴുകിയെടുക്കണം. സ്വല്പം മഞ്ഞളും കൂടി ഇട്ട് നമുക്ക് കഴുകിയെടുക്കാം. ഇതൊന്ന് ഉപ്പും സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് വേവിക്കണം. ഒരു 5 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ ഒട്ടും കട്ടിയില്ല, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ എല്ലാം കൂട്ടി കടുക് വറുത്തെടുക്കാം. മഞ്ഞളും ഉപ്പും ഇട്ട് നല്ലപോലെ സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു സ്വല്പം വെള്ളം മതി. അപ്പോൾ നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. തോരൻ വേകാനായിട്ട് വെച്ചപ്പോഴാണ് ഓർത്തെ ഒരു പച്ചമുളകും കൂടി ഇടുകയാണെങ്കിൽ ഇച്ചിരി എരിവൊക്കെ കിട്ടിയേനെ. അത് കഴിഞ്ഞ് നമ്മൾ അരച്ച് ചേർക്കുമ്പോൾ അതിന് വേറെ ടേസ്റ്റാണ്. നമുക്കിത് വെന്തോ നോക്കാം. നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ഈ ചക്കയൊക്കെ വേവിക്കുമ്പോൾ ഉള്ള ഒരു മണം പോലെ എനിക്ക് തോന്നുന്നു. വെച്ചിരിക്കുന്നത് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ചുവന്നുള്ളി, തേങ്ങ. ഇത്രയും കൂടെ നമുക്ക് അരച്ചെടുക്കാം, ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് കടുക് മൂപ്പിച്ച് ചേർക്കാം. അപ്പോൾ നമ്മൾ അത് നല്ലപോലെ ചാലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കടുക് മൂപ്പിക്കാം ഇതിനകത്തോട്ട്. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ചു, എണ്ണ ചൂടായി, കടുക് ഇട്ട് കൊടുക്കാം. ശരിയാണ്. അപ്പോൾ കടുവെല്ലാം പൊട്ടി രണ്ട് ഉണക്കമുളക് ഇട്ടു, കറിവേപ്പില ഇട്ട് നോക്കട്ടെ. നമ്മൾ ചേനപ്പൂവിനകത്തെല്ലാം ഉപ്പ് ചേർത്തുകൊണ്ട് ഇതിനകത്തധികം ഉപ്പ് ചേർക്കത്തില്ല. ചേനയാണേലും തോരനും മെഴുക്ക് പുരട്ടിയും വെക്കാം. ചേനപ്പൂവും തോരൻ വെച്ചു. അതുപോലെ ചേനയുടെ കിളുത്ത ഇല കിളുത്ത് വരുമ്പോഴേ ഉള്ള അതും എല്ലാം കഴിഞ്ഞ കൊല്ലത്ത് ഇവിടെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്, കുഞ്ഞിലകൾ. അത് തോരൻ വെക്കാൻ നല്ല സൂപ്പറാണ്. അതും വൻപയറും കൂടെ. ഇതിനകത്തും വൻപയർ ഇടുകയാണെങ്കിലും നല്ലതാണ്, ചെറുപയർ ഇട്ടാലും നല്ലതാണ്. എനിക്ക് തോന്നുന്ന ഒരു മുട്ട ചേർത്താൽ എന്താണ്. നമുക്ക് ഇതിനകത്തൊരു മുട്ടയും കൂടെ ചേർക്കാം. എന്നിട്ടൊന്ന് ചേർത്തെടുക്കാം. അപ്പോൾ നമുക്ക് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്നുകൂടെ ഇളക്കി ഒരു സ്വല്പം ടേസ്റ്റ് വരട്ടെ. ഞാൻ ഇപ്പോൾ ഒന്നീ വൻപയർ എണ്ണ അല്ലെങ്കിൽ ചെറുപയർ എണ്ണ, ഇത് രണ്ടും ഇല്ല. അപ്പോൾ ഞാൻ ഒരു മുട്ട ചേർക്കും. അപ്പോൾ നിങ്ങൾക്ക് ചേനപ്പൂ കിട്ടുമ്പോഴേ ഇതുപോലെ തോരൻ വെച്ചെടുക്കാം. അതുപോലെ തന്നെ ഇത് വറുത്തരച്ച് കറിയും ആക്കിയെടുക്കാം. ഇത് തീയലുണ്ടാക്കാൻ പറ്റും. എനിക്കൊരു സ്റ്റൂ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് സ്റ്റൂ ഉണ്ടാക്കാൻ. ഞാൻ ഇപ്പോൾ തോരനുണ്ടാക്കി.
ഉച്ചക്കലത്തേക്ക് തോരനായി. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഫോളോ ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.